Hey guys, welcome back to my YouTube channel. So, ഇന്ന് നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു പോവാണ്. അപ്പം ഒരു 5 മണി ആ സമയത്ത് ഞാൻ എണീറ്റിട്ടുണ്ട്. പൊതുവെ ഇതിനേക്കാൾ നേരത്തെ ഞാൻ പോകുന്നതാണ്. ബട്ട് ഇന്ന് ഓവർ നേരം വിളിക്കാത്തതുകൊണ്ട് തന്നെ ഒരു പേടി ഉള്ളിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരു 6 മണിക്കായിട്ട് ഇറങ്ങാമെന്നുള്ള സെറ്റപ്പിൽ 5 മണിക്ക് എഴുന്നേറ്റു. എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഐ എം ജസ്റ്റ് റെഡി ടു ഗോ. നമുക്കിങ്ങനെ പോയാലോ? മെയിൻ സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം പോയാലോ? പൊതുവേ ഞാനങ്ങനെ രാത്രി ഇറങ്ങി നടക്കാൻ പേടിയുള്ള ഒരാളല്ല. പക്ഷേ ഇന്നലെ രാത്രി കിടക്കുമ്പം വാമ്പയർ ഡയറീസ് സീരീസ് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് രാത്രി ഇറങ്ങാൻ ഒരു പേടി. അത് നേരം വെളുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എനിക്കറിയാം നമ്മൾ പേടിക്കാൻ പാടില്ല എന്നുള്ള കാര്യം, പക്ഷേ പ്രേതത്തിന് പേടിയുള്ളൂ, വേറെ ഒന്നിനുമല്ല പേടിയില്ല. സോ അതുകൊണ്ട് നമ്മൾ നേരം വെളുത്തിട്ട് ഇറങ്ങുന്നു. നമ്മളെ കോളേജിൻ്റെ സ്റ്റേഡിയം, ആ കാണുന്നതാണ് നമ്മളെ കോളേജ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ദാറ്റ്സ് ഇറ്റ്. അതാണ് നമ്മളെ കോളേജ് വരുന്നത്. കുറേ ഉണ്ട്, കണിക്കാൻ വയ്യില്ല. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെവിയിലിങ്ങനെ ഹെഡ്സെറ്റൊക്കെ ഇട്ടിട്ട് ഖുറാൻ്റെ എന്തെങ്കിലും സൂറത്ത് കേട്ട് പോകുമ്പോൾ ഭയങ്കര ആശ്വാസം നമുക്ക്. മൈൻഡിന് ടെൻഷൻ അടിക്കൂല, പിന്നെ പേടിയൊന്നും ഉണ്ടാവില്ല. ഭയങ്കര സമാധാനത്തോടെ പോവാം നമുക്ക്. ഇത് ഇടുക്കി ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഈ സമയമായതുകൊണ്ടാണോ അറിയില്ല, ഒരു മഞ്ഞ് പോലെ അണ്ടൊരു സുഖമുണ്ട് നടക്കാൻ. റൂട്ടുമുള്ളവരെല്ലാവരും ഇന്നെങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. ബിക്കോസ് ഈ സമയത്ത് എന്തൊരു പെൺകുട്ടി നടക്കണേ ആ രീതിക്കാണ് നോക്കുന്നത്. പക്ഷെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മുടെ കാര്യത്തിൽ നമ്മൾ മാത്രമേ ഉണ്ടാവൂ. ഒരു പട്ടിക്കുട്ടി പോലും ഉണ്ടാവില്ല. ഈ കുറ്റം പറഞ്ഞവരും ഈ നല്ലത് പറഞ്ഞവരായ ഒരാളുണ്ടാവില്ല നമ്മളെ കൂടെ. നമുക്കൊരു സാധനം വേണം, എഫേർട്ട് ഇടുക, അത് നേടുക. അതേപോലെ എനിക്ക് പുറത്ത് പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹം ഞാനത് ചെയ്തു. ഇപ്പോൾ കുറച്ച് കുടുങ്ങിയെന്ന് പറഞ്ഞാലും പക്ഷെ എൻ്റെ ആഗ്രഹം നടന്നല്ലോ. ഐ എം സോ ഹാപ്പി വിത്ത് ദാറ്റ്. ഓക്കെ, അങ്ങനെ ചിന്തിക്കാം. എന്താ അറിയില്ല, വന്ന ഭാഗ്യത്തിന് കോഴിക്കോട് ബസ്സൊക്കെ ഉണ്ട്. ഞാൻ ബസ് കയറലും അപ്പം തന്നെ പെരും മഴ പെയ്യാൻ തുടങ്ങിയിട്ടു. പിന്നെ ഷട്ടറെല്ലാം താത്തിയിട്ടിട്ട് ഞാനൊന്ന് കിടന്നുറങ്ങി. എണീറ്റപ്പോഴത്തേക്ക് ഒരുവിധം എത്താനായിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഡ്യൂ ടു സം റീസൺസ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഉമ്മ വീട്ടിലില്ലാത്തതുകൊണ്ട് തറവാട്ടിലോട്ടാട്ടോ പോണത്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഉമ്മ ദുബായി പോയ കാര്യമില്ലേ? എന്റെ കുട്ടിക്ക് ലിപ്സ്റ്റിക് ഇട്ടു കണ്ട ലിപ്സ്റ്റിക് ഉള്ള ചള്ള കണ്ടോ? അപ്പുറം ജെന്യൂൽ ബാബിന് തരാൻ പറയും, ഈ ചള്ള ബാബി തരാൻ പറയും. മഷളോട് കുട്ടാപ്പി പേശി കണ്ട എന്റെ കുട്ടനാണ് കേട്ടോ. കുട്ടനായിരുന്നു എങ്ങനെയാക്കി കാണിച്ചു കൊടുത്താ, എങ്ങനെയാക്കി കാണിച്ചു കൊടുത്താ, എങ്ങനെയാക്കി കട്ടീസ് പറയും, തെറ്റി പറയും. ഇസുവിനെ പിന്നെ കുറേ ഇട്ട് വെറുപ്പിച്ചതിൻ്റെ ക്ഷീണത്തിൽ പിന്നെ അവൻ മുന്നേ പോയിരുന്നു കേട്ടോ. പിന്നെ അവനെ വിളിച്ചിട്ടും വരുന്നേ ഇല്ല. പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പുറത്ത് പോയി ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. എനിക്ക് ഇവിടുത്തെ ഒന്നും ക്ലിപ്പ് വല്ല എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയ ക്ലിപ്സ് മാത്രമേ ഞാൻ പിന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പിയായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിയലൈസ് ചെയ്തിട്ട് ഒരുപാട് പേര് ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, നേഹല്ലേ വീഡിയോസ് ചെയ്യുന്ന ആളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു പ്രൗഡാണ്. കാരണം നമ്മൾ ഇടുന്ന എഫേർട്ടിന് അതിനൊരു അർത്ഥമുണ്ട് എന്ന് കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ പോയി മന്തി എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കി. അപ്പോൾ ഇവരെല്ലാവരും ഹണിയാണ് ഓർഡർ ചെയ്ത്. ഞാൻ പിരിപ്പിരി, എനിക്ക് ഹണി ഇഷ്ടമല്ല, മധുരം ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അപ്പം എന്ത് ചെയ്യണം, നമ്മളെല്ലാവരും നേരെ വീട്ടിൽ പോയി കേട്ടോ.